ഹായ് ഫ്രണ്ട്സ്, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് മൂൺഗോഡസ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല, നമ്മുടെ ഡ്രസ്സിൽ തന്നെയാണ് പാറ്റേൺ വരച്ച് കാണിക്കുന്നത് കേട്ടോ. സിമ്പിളാണ്, ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാം, ഈസി ആയിട്ട് ചെയ്യാം. പാറ്റേൺ ഒക്കെ വരച്ച് ചെയ്യുമ്പോൾ ബിഗിനേഴ്സിന് ഒത്തിരി ബുദ്ധിമുട്ടാണ്, പാറ്റേൺ വരയ്ക്കാൻ അറിയില്ല എന്നൊക്കെ നമുക്ക് മെസ്സേജ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നും വേണ്ട, അതുകൊണ്ട് തന്നെ ഞാൻ പേപ്പറിൽ മാർക്ക് ചെയ്ത് കാണിക്കുന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കറക്റ്റ് അളവിനാണ് ഈ ഡ്രസ്സ് ചെയ്യുന്നത്. നമ്മുടെ നെക്ക് എന്ന് പറയുമ്പോൾ ഒരു 5.5 ഇഞ്ച് ലെങ്താണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ നെക്കിന്. അപ്പോൾ നമ്മൾ യോക്ക് ഫുള്ളും കവറായി വരുന്ന രീതിയിലുള്ള വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ യോക്ക് എടുത്തേക്കുന്നത് 14 ഇഞ്ചാണ് കേട്ടോ. നോർമലി എല്ലാവരുടെയും യോക്ക് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ നമ്മളിവിടെ 14 ഇഞ്ച് മാർക്ക് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു ഭാഗത്താണ് നമുക്ക് 14 ഇഞ്ച് വരുന്നത്. 1.25 ഇഞ്ചിൽ ചെറിയൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. അതെന്ന് വെച്ചാൽ നമുക്ക് കട്ട് ബീഡ്സ് വെച്ച് അത്യാവശ്യം നല്ല തിക്കായിട്ട് ചെയ്യേണ്ട ഒരു പോർഷനാണ് ഈ ഒരു പോർഷൻ 1.25 ഇഞ്ചിൽ നമ്മൾ ചെയ്യുന്നത്. പിന്നെ മേളിലോട്ട് നമ്മുടെ ഷോൾഡർ പോർഷൻ വരെയും സ്പ്രെഡിങ് മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, പ്രത്യേകിച്ച് പാറ്റേണിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഒരു 14 ഇഞ്ചസ് തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ട് ഒരു 1.25 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്യുക, മേളിലോട്ട് സ്പ്രെഡിങ് കൊടുക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് കട്ട് ബീഡ്സ് മാത്രം മതി കേട്ടോ. ആൻറ്റിക് ഷെയ്ഡിലെ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത്. നമ്മൾ നോർമൽ കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ആൻറ്റിക് ഷെയ്ഡാണ്. ഈ ഒരു കട്ട് ബീഡ്സ് മാത്രം മതി കേട്ടോ ഈ വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ്. അപ്പോൾ നീഡിലിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, ബിഗിനേഴ്സ് ഒന്ന് കയറി കണ്ടു നോക്കുക. നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ജോർജറ്റ് ആണ്, നല്ലൊരു മെജന്ത ഷെയ്ഡാണ് കേട്ടോ, നല്ലൊരു കളറാണ്. അപ്പോൾ നമ്മുടെ സെയിം കളർ സ്വിങ് ത്രെഡ്, നോർമൽ സ്വിങ് ത്രെഡ് തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്കിവിടെ യോക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ യോക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 1.25 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ചെയ്ത് പോരാം. മേളിലോട്ട് സ്പ്രെഡിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 2 സ്ലീവിൽ വർക്ക് എന്ന് പറയുമ്പോൾ സ്ലീവിലും ഇതുപോലെ 1.25 ഇഞ്ചിൽ തിക്കായിട്ടും മേളിലോട്ട് നമുക്ക് സ്പ്രെഡിങ്ങും കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് കാണുമ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലാവും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 2-3 ബീഡ് ഇടവിട്ട് ലോക്ക് സ്റ്റിച്ച് നിർബന്ധമായിട്ടും കൊടുത്തേക്കണേ. അല്ലെങ്കിൽ നമ്മൾ ഫ്രെയിമിൽ നിന്ന് അഴിച്ചെടുക്കുമ്പോൾ വർക്ക് ലൂസായി പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ കണ്ടല്ലോ, ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് ബോർഡറായിട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. യോക്കിൻ്റെ നമുക്ക് 1.25 ഇഞ്ചിൽ ചെയ്യേണ്ടത് ഇത്രയും ഒരു തിക്നെസ്സിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. പിന്നെ മേളിലോട്ട് വരുന്തോറും ഇത്രയും തിക്നെസ് വേണ്ട, തിക്നെസ് കുറച്ച് സ്പ്രെഡിങ് പോലെ ചെയ്തെടുക്കാം കേട്ടോ.
കണ്ടോ? അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് മേളിലോട്ട് ചെയ്ത് പോരാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഷോൾഡർ പോർഷൻ വരെയും ചെയ്തെടുക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വർക്ക്. നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. സ്ലീവിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ 1.25 ഇഞ്ചിൽ ബോർഡറായിട്ട് കൊടുക്കുക, മേളിലൊരു 3 ഇഞ്ചോളം ഇതുപോലെ സ്പ്രെഡിങ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ വർക്കിൻ്റെ കംപ്ലീറ്റ് ലുക്ക് വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. യോക്ക് ഫുള്ളും കവറായി വരുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ഡിസൈനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ 2 സ്ലീവിലും ഈ സെയിം വർക്ക് തന്നെയാണ് വരുന്നത്. നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ജോർജറ്റാണ് കേട്ടോ. നല്ലൊരു ഡിസൈനാണ്. ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ്. പിന്നെ കട്ട് ബീഡ്സ് മാത്രം വെച്ച് യോക്ക് ഫുള്ളും ചെയ്യുമ്പോൾ കുറച്ചധികം സമയം എടുക്കും. എന്നാലും വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. SN ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.